നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കരുനീക്കങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ കടന്നിരിക്കുകയാണ്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് അടക്കം കടന്നിരിക്കുന്നു. ഇനി നോക്കാം ആരാകും സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തവണ നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാനും കോൺഗ്രസിനുള്ളിൽ കരുനീക്കങ്ങൾ ആരംഭിച്ചു. പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ 5 പേരാണ് രംഗത്തുള്ളത്. DCC പ്രസിഡന്റ് മുതൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. അതേസമയം ഒരു വിഭാഗം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന നിലപാടുമായി രംഗത്തുണ്ട്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികൾ കരുത്തുകാട്ടിയിട്ടുണ്ടെങ്കിലും 2006 മുതൽ തുടർച്ചയായി ഇടതുപക്ഷത്തിനൊപ്പമാണ് പീരുമേട്. 2006-ൽ EM ആഗസ്തിയെ പരാജയപ്പെടുത്തി ES ബിജിമോളാണ് മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിർത്തിയത്. 2021-ൽ വാടൂർ സോമൻ മണ്ഡലം നിലനിർത്തി. ഇത്തവണ വീണ്ടും തിരഞ്ഞെടുപ്പെത്തുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും രംഗത്തുള്ളത്. സാധ്യതാ പട്ടികയിൽ 5 പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ആദ്യമുയരുന്ന പേര് 2 തവണ പരാജയപ്പെട്ട അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റേത് തന്നെ. ഇതോടൊപ്പം DCC പ്രസിഡന്റ് CP മാത്യു, KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ, DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനേടത്ത, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പൽ എന്നിവരും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ പീരുമേട്ടിലേക്ക് വേണ്ട എന്ന നിലപാടുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നിലപാട് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകളും സജീവമായി. എന്നാൽ വിവാദങ്ങളില്ലാതെ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കാലേകൂട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുവാനുള്ള കരുനീക്കത്തിലാണ് UDF-ഉം കോൺഗ്രസും. സിറ്റി വിഷൻ, പീരുമേട്.